നമ്മൾ ഈ ഇമേജ് സ്റ്റെബിലൈസേഷനിലെ സ്റ്റോപ്സിൻ്റെ കാൽക്കുലേഷൻ കഴിഞ്ഞ 2-3 വർഷമായിട്ട് വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടെർമിനോളജിയാണ്. സത്യത്തിൽ നമ്മൾ എഫ് സ്റ്റോപ്സിലാണ് ഏറ്റവും കൂടുതൽ സ്റ്റോപ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതും പഠിപ്പിച്ചിട്ടുള്ളതും. അങ്ങനെ ഒരു കാൽക്കുലേഷൻ നമുക്ക് വളരെ ഫെമിലിയർ ആണ്. പക്ഷേ ഇമേജ് സ്റ്റെബിലൈസേഷൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് എന്താണ് ആക്ച്വലി സ്റ്റോപ്സിൻ്റെ കാൽക്കുലേഷൻ? ലെറ്റ്സ് ഡൈവ് ഡീപ്പ് ഇൻ ടു ഇറ്റ്. ഫൈവ് സ്റ്റോപ്സ്, 6.5 സ്റ്റോപ്സ്, 7 സ്റ്റോപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇമേജ് സ്റ്റെബിലൈസേഷൻ്റെ യൂണിറ്റായിട്ട് സ്റ്റോപ്സ് ഉപയോഗിക്കുമ്പോൾ ഒട്ടുമിക്ക പേർക്കും ഇമേജ് സ്റ്റെബിലൈസേഷൻ കൂടി എന്നുള്ളതല്ലാതെ ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനകത്ത് ഒരു ധാരണക്കുറവുണ്ട്. നമ്മൾ ഫോട്ടോഗ്രാഫിക്കലായിട്ടുള്ള 1-2 ബേസിക് കോൺസെപ്റ്റ്സ് ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് അറിയേണ്ടതുണ്ട്. അതായത് ഫോക്കൽ ലെങ്തും ഇമേജ് സ്റ്റെബിലൈസേഷനും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഹയർ ഫോക്കൽ ലെങ്ത് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഹാൻഡ് ഗ്രിപ്പ് മൂലം ഉണ്ടാകുന്ന ഷെയ്ക്ക് ഇമേജിൽ ഉണ്ടാവാറുണ്ട്. അതിനുള്ളൊരു റെമഡി ആയിട്ടുള്ള ക്ലാസിക്കൽ ഫോട്ടോഗ്രാഫി റൂൾ ഓഫ് തമ്പ് എന്ന് പറയുന്നത്, നമ്മൾ എത്രയാണോ നമ്മുടെ ഫോക്കൽ ലെങ്ത് അതിന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കറസ്പോണ്ടിങ് ഹയർ ഷട്ടർ സ്പീഡ് ഉപയോഗിക്കുക എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു 100 mm ഫോക്കൽ ലെങ്ത് ഉള്ള ലെൻസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ ഷട്ടർ സ്പീഡ് ഷുഡ് ബി സംവെയർ അറൗണ്ട് 1/150 ഓർ 1/200. ഇതിന് വരുന്നൊരു ഏറ്റവും വലിയ ക്യാച്ച് എന്ന് പറയുന്നത്, ഫോക്കൽ ലെങ്ത് ഹയർ ആവുന്നതോടുകൂടി സംവെയർ ഡൗൺ ദ ലൈൻ നമ്മുടെ ഷട്ടർ സ്പീഡും ഒരു പ്രയോറിറ്റിയിലേക്ക് മാറുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഹയർ ഫോക്കൽ ലെങ്തിൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ സംവെയർ ഡൗൺ ദ ലൈൻ ഇറ്റ് ഈസ് പുഷിങ് എസ് ടു ഗീവ് അവർ ഷട്ടർ സ്പീഡ് സം പ്രയോറിറ്റി. നമ്മൾ സാധാരണ ശീലിച്ചിട്ടുള്ള ഒരു 100 mm അല്ലെങ്കിൽ 200 mm എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഫോക്കൽ ലെങ്തിൽ ഒരു 1/250th ഓഫ് എ ഷട്ടർ സ്പീഡ് എന്നൊക്കെ പറയുന്ന റേഞ്ച് ഒരു പക്ഷേ ഓക്കെ ആയിരിക്കാം. പക്ഷേ ഒരു 200 mm മുകളിലേക്ക് പോകുന്ന ഒരു ഫോക്കൽ ലെങ്ത് വരുന്ന സമയത്ത് സത്യത്തിൽ കറസ്പോണ്ടിങ് ഷട്ടർ സ്പീഡ് വരുമ്പോൾ എക്സ്പോഷർ എന്ന് പറയുന്നത് ഒരു വലിയ കൺസേൺ ആവാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് ടേക്ക് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലേക്ക് വരുന്നൊരു നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് തന്നെ 600 mm ആണ്. അപ്പോൾ 600 mm എന്ന് പറയുന്ന ഫോക്കൽ ലെങ്തിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഹാൻഡ് ഗ്രിപ്പ് മൂലമുള്ള ഹാൻഡ് ഷേക്ക് ഒഴിവാക്കാനായിട്ട് 1/1000 ഓഫ് എ ഷട്ടർ സ്പീഡിലേക്ക് നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ലാതെ പ്രയോറിറ്റി ചെയ്ത് നമുക്ക് ആ ഹയർ ഷട്ടർ സ്പീഡ് അവിടെ വെക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അവിടെ വരുന്ന വലിയ ഡൗൺ സൈസ് എന്ന് പറയുന്നത്, അത്യാവശ്യം ISO പെർഫോമൻസും ബാക്കി എന്തെങ്കിലുമൊക്കെ ഒരു എൻവയോൺമെൻറ്റൽ ലൈറ്റ് സപ്പോർട്ടും ഇല്ലാത്തൊരു സിനോറിയോ ആണെന്നുണ്ടെങ്കിൽ സത്യത്തിൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ നന്നായിട്ട് പെടും. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ചോളം ഒരു ആനിമൽ സൈറ്റിംഗ് ഉണ്ടാവുക എന്ന് പറയുന്നത് അദ്ദേഹം വളരെ ആറ്റുനോട്ടുണ്ടാക്കുന്ന ഒരു മുഹൂർത്തമാണ്. സോ ആ അവസരത്തിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ 1/1000 എന്ന് പറഞ്ഞ ഷട്ടർ സ്പീഡിലേക്ക് പോകുമ്പോഴുള്ള ലൈറ്റില്ലായ്മ ഒരു വളരെ വളരെ വലിയ കൺസേണാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു ISO സ്പീഡ് റേഞ്ച് ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാക്സിമം നമുക്ക് പമ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പരമാവധി 3200 ISO വരെയൊക്കെയാണ് സാധാരണ ഒരു ക്യാമറയെ സംബന്ധിച്ചോളം. വേരിയേഷൻസ് ഉണ്ട്, ബട്ട് ഐ എം ടോക്കിംഗ് ഇൻ എ വെരി ജനറൽ ടേം. ഇൻ ദാറ്റ് പെർസ്പെക്റ്റീവ് നമ്മളെ സംബന്ധിച്ചോളം ഇമേജ് സ്റ്റെബിലൈസേഷന് വേണ്ടി ഷട്ടർ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒഴിവാക്കേണ്ടുന്ന ഒരു അനിവാര്യതയുണ്ട്. അവിടെയാണ് സത്യത്തിൽ സെൻസർ ബേസ്ഡ് ആയിട്ടുള്ള ഇമേജ് സ്റ്റെബിലൈസേഷൻ്റെ പ്രസക്തി വരുന്നത്. ഈ തോട്ടിൽ നിന്നുമാണ് സത്യത്തിൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് BIS അല്ലെങ്കിൽ IBIS, അങ്ങനെ പല പേരിലാണ് പല ക്യാമറകളും പറയുന്നത്. ബോഡി ഇമേജ് സ്റ്റെബിലൈസേഷൻ അല്ലെങ്കിൽ ഇൻറ്റേർണൽ ബോഡി ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ സെൻസറിൻ്റെ റോളും പാനും ടിൽറ്റും ആക്സിസും ഒക്കെ ഒന്ന് ട്വീക്ക് ചെയ്തിട്ട് നമുക്ക് സെൻസറിൻ്റെ ഒരു ഇലക്ട്രോണിക് പ്രോസസ്സിംഗ് കൂടെ കിട്ടുന്ന ഒരു സ്റ്റെബിലൈസേഷൻ. സത്യത്തിൽ ഇതിൻ്റെ ഏറ്റവും വലിയ ഡൗൺ സൈസ് എന്ന് പറയുന്നത്, നമുക്ക് ഫുൾ ഫ്രെയിമിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ കൂടി ഒരു ചെറിയ ലെവൽ ഓഫ് ക്രോപ്പിംഗ് വരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് സൈഡ് എന്ന് പറയുന്നത്, ഒരു ഹയർ ഫോക്കൽ ലെങ്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ക്യാമറയുടെ ഇമേജ് സ്റ്റെബിലൈസേഷന് വേണ്ടിയിട്ട് ഹയർ ആയിട്ടുള്ളൊരു ഷട്ടർ സ്പീഡിനോട് സ്റ്റിക്ക് ഓൺ ചെയ്യാതെ അതിൽ നിന്നും ബ്രേക്ക് ഫ്രീ ആയിട്ട് സെൻസറിൻ്റെ ഇമേജ് സ്റ്റെബിലൈസേഷനിലേക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇമേജ് സ്റ്റെബിലൈസേഷന് വേണ്ടി ഷട്ടർ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിൽ നിന്നും ബ്രേക്ക് ഫ്രീ ചെയ്തിട്ട്
എക്സ്പോഷർ പരമായിട്ടുള്ളൊരു ഫ്രീഡമാണ് സത്യത്തിൽ സെൻസറിലുള്ള ഓൺ ബോഡി ഇമേജ് സ്റ്റെബിലൈസേഷൻ നമുക്ക് തരുന്നത്. ഫോർ എക്സാമ്പിൾ, വളരെ ഡാർക്ക് ലിറ്റ് ആയിട്ടുള്ള ഒരു സമയത്താണ് ഒരു 600 mm ഫോക്കൽ ലെങ്തിൽ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറിന് ഒരു ആനിമൽ സൈറ്റിംഗ് ഉണ്ടാവുന്നത് അദ്ദേഹം ഒന്ന് വിചാരിക്കുക. അപ്പോൾ സാധാരണഗതിയിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അദ്ദേഹം വെക്കേണ്ടത് 1/1000 ഓഫ് എ ഷട്ടർ സ്പീഡാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നല്ല ഇൻബോഡി സ്റ്റെബിലൈസേഷൻ ഉള്ള ക്യാമറ എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് ഫോട്ടോ നഷ്ടപ്പെടും. കാരണം ഒരു ISO 3200, ഒരു f6.3, ഒരു ഷട്ടർ സ്പീഡ് 1/1000 ഒക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഉറപ്പായിട്ട് അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്നത് ഒരു ഡിം ഇമേജ് ആയിരിക്കും. പക്ഷേ ഒരു ഇൻബോഡി സ്റ്റെബിലൈസേഷൻ ഉള്ള ക്യാമറ ആണെന്നുണ്ടെങ്കിൽ ഡിപ്പെൻഡിങ് ഓൺ ദി സ്റ്റോപ്സ് ദാറ്റ് ഈസ് മെൻഷൻഡ് ബൈ ദ ബ്രാൻഡ്. ഫോർ എക്സാമ്പിൾ, ചിലപ്പോൾ ചില ബ്രാൻഡുകൾ 5 സ്റ്റോപ്പിൻ്റെ ഇമേജ് സ്റ്റെബിലൈസേഷൻ പറയുന്നുണ്ടാവും, ചില ബ്രാൻഡുകൾ 6.3 സ്റ്റോപ്സിൻ്റെ ഇമേജ് സ്റ്റെബിലൈസേഷൻ പറയുന്നുണ്ടാവും, ചില ബ്രാൻഡുകൾ 7 സ്റ്റോപ്സിൻ്റെ ഇമേജ് സ്റ്റെബിലൈസേഷൻ പറയുന്നുണ്ടാവും. അപ്പോൾ എത്രയാണോ ആ ബ്രാൻഡ് പറയുന്ന ഇമേജ് സ്റ്റെബിലൈസേഷൻ, നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് 1/1000 നിന്നും 5 സ്റ്റോപ്പ് താഴോട്ട് ഓപ്പൺ ചെയ്യാനായിട്ട്, ഷട്ടർ സ്പീഡ് ഓപ്പൺ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ 1/1000 നിന്നും 6.3 സ്റ്റോപ്സ് നമുക്ക് ഷട്ടർ സ്പീഡ് ഓപ്പൺ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ 7 സ്റ്റോപ്സ് നമുക്ക് ഷട്ടർ സ്പീഡ് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. അതുവഴി കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഈ 5 സ്റ്റോപ്പിൻ്റെ ലൈറ്റ് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ എക്സ്പോഷർ അഡ്വാൻറ്റേജ് ആ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർക്ക് കിട്ടുന്നു. അപ്പോൾ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇല്ലാത്തൊരു ക്യാമറയിൽ നഷ്ടപ്പെടാമായിരുന്ന ഒരു ഫോട്ടോ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ 5 സ്റ്റോപ്സിൻ്റെ ഇമേജ് സ്റ്റെബിലൈസേഷൻ ലഭിക്കുന്നതിലൂടെ അത്രയും ലൈറ്റിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ആ ഫോട്ടോ എടുക്കാനായിട്ട് പറ്റുന്നു. ഇങ്ങനെ എക്സ്പോഷർ പരമായിട്ട് 5 സ്റ്റോപ്പിൻ്റെയോ അല്ലെങ്കിൽ 6.3 സ്റ്റോപ്പിൻ്റെയോ 7 സ്റ്റോപ്പിൻ്റെയോ ഒക്കെ ഒരു വലിയ ഫ്ലെക്സിബിലിറ്റിയും ഫ്രീഡവും തരുന്നത് കൊണ്ടാണ് ഇൻബോഡി സ്റ്റെബിലൈസേഷൻ്റെ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റിനെ നമ്മളെപ്പോഴും സ്റ്റോപ്സിൽ റിലേറ്റ് ചെയ്ത് പറയുന്നത്. ഒറ്റവാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ്റെ നെറ്റ് എഫക്റ്റ് നമുക്ക് എക്സ്പോഷറിലാണ് ലഭിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇമേജ് സ്റ്റെബിലൈസേഷനെ നമ്മൾ സ്റ്റോപ്പുകളിൽ കാൽക്കുലേറ്റ് ചെയ്യുകയും എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ടിപ്സും ടെക്നിക്സും ലഭിക്കാൻ വേണ്ടിയിട്ട് സജീസിനെ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ ട്യൂൺ ഗൈസ്.